സുവിശേഷത്തിന്റെ സത്യം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 2 പ്രാവശ്യമാണ് ഈ ഫ്രൈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഇങ്ങനെ പറയുന്നു 5-ാം വാക്യത്തിൽ, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. പൗലോസ്, ബർണബാസ്, തീത്തോസ് അന്ത്യോക്യയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. മൂപ്പന്മാരുമായിട്ടുള്ള മീറ്റിംഗ്. ആ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, തീത്തോസ് യവനനാണെങ്കിലും അവനെ പരിച്ഛേദന ഏൽപ്പാൻ ആരും നിർബന്ധിച്ചില്ല. പക്ഷേ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തം ചെറിയൊരു സംസാരമുണ്ടായി. നുഴഞ്ഞു വന്ന എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ. ഏദൻ തോട്ടത്തിൽ നുഴഞ്ഞു വന്നവൻ എഴഞ്ഞുപോയി. ഇവിടെ ഇപ്പോൾ നുഴഞ്ഞു കയറി വരികയാണ്. അപ്പോൾ അതേ പാർട്ടീസ് തന്നെയാണ്. ദുരാത്മാക്കളാൽ പിടിക്കപ്പെട്ട ഒരു കൂട്ടം മതത്തിന്റെ വക്താക്കളായി നടക്കുന്നു. അവർ നുഴഞ്ഞു വന്നു. പക്ഷെ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. എന്തിന്? ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം പണയം വെക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. സുവിശേഷത്തിന്റെ സത്യം നിലനിൽക്കണമായിരുന്നു. നമുക്ക് വേണേൽ ചിന്തിക്കാം. വന്ന കള്ളന്മാർ, നുഴഞ്ഞു വന്നവർ, അവർ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ സുവിശേഷം അനുസരിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പരിച്ഛേദന കൂടെ ഏറ്റുകൂടെ? അതുകൊണ്ട് എന്ത് ദോഷം വരാനാണ്? അതുകൊണ്ട് എന്താണ് പ്രശ്നം? നിങ്ങൾ സുവിശേഷം അനുസരിച്ച് ജീവിച്ചോ, നിങ്ങൾ വിശ്വാസികളായിട്ട് ജീവിച്ചോ. സഭായോഗം അതുപോലെ നടക്കട്ടെ, പ്രാർത്ഥന അതുപോലെ നടക്കട്ടെ, ആരാധന നടക്കട്ടെ, വചന ശുശ്രൂഷ അതുപോലെ നടക്കട്ടെ. പരിച്ഛേദന കൂടെ ഏൽക്കുന്നതിൽ എന്താണ് തെറ്റ്? പുറമേ നോക്കുമ്പോൾ ഒരു തെറ്റുമില്ല, അതുകൂടെ ആയിക്കൂടെ? 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പൗലോസ് പറയാണ്, ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. എന്നാ പിന്നെ ക്രിസ്തു മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ ഇവിടെ വന്ന് ഇത്രയും പങ്കപ്പാട് സഹിച്ചത്, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടത്തിയത്, തിരുവെഴുത്തുകളിൻ പ്രകാരം വന്ന് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് ഉയർത്തത് വെറുതെയല്ലോ. അത് വെറുതെ ആകാൻ പറ്റുമോ? വെറുതെ ആകാൻ പറ്റുകയില്ല. ഇതൊരു ചടങ്ങല്ല, ഇതൊരു തിയറിയല്ല. സുവിശേഷം അത് പ്രാക്ടിക്കലാണ്. അത് ലോക മനുഷ്യനെ മനസ്സിലാവുകയില്ല, അതൊരാത്മ മനുഷ്യനെ മനസ്സിലാവുകയുള്ളൂ. പൊതുവെ നോക്കിക്കേ, ലോക മനുഷ്യര് സന്തോഷവാന്മാരല്ലേ, അവർ ഉത്സാഹികളല്ലേ, അവർ വിജയികളല്ലേ, എല്ലാ മേഖലയിലും നോക്കിക്കേ. മറുവശത്ത് പ്രാർത്ഥനക്കാരനോ, അവൻ ദുഃഖിതനാണ്, അവൻ നിരാശനായിട്ട് നടക്കുന്നു. സന്തോഷമായിട്ട് നടക്കേണ്ടവൻ ദുഃഖിതനായി നടക്കുന്നു. പ്രത്യാശയോടെ നടക്കേണ്ടവൻ നിരാശനായി നടക്കുന്നു. വിജയിയായിട്ട് ജയോത്സവത്തോടെ മാർച്ച് ചെയ്യേണ്ടവൻ പരാജിതനായി തലകുനിച്ച് നടക്കുന്നു. കാരണം അവൻ ക്രിസ്തു മരിച്ചത് എന്തിനെന്ന് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കുറെ പേർ സമ്മതിക്കുന്നില്ല. മനുഷ്യന്റെ മുഖം നോക്കുവാൻ വശീകരിക്കപ്പെടുന്നു അംഗീകാരത്തിന് വേണ്ടി. ദൈവമുഖം അന്വേഷിക്കുവാൻ അവർ മറന്നുപോകുന്നു. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് അവൻ തന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ആ കൊടി സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ കൊടി ഉയർത്തുക, ധൈര്യത്തോടെ നെഞ്ചു വിരിച്ചു നിൽക്കുക, നിങ്ങൾ വീണുപോകുകയില്ല. സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിന്റെ സത്യം യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റത് കൊണ്ട് നിലനിൽക്കുന്നത് പോലെ നിങ്ങളും നിലനിൽക്കും ക്രിസ്തുവിൽ. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ വീണുപോകുകയില്ല, നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും. ന്യായപ്രമാണം അനുസരിച്ച് പരിച്ഛേദനയേറ്റാൽ അവൻ സകല കൽപ്പനയും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതാണ് അതിൻ്റെ ആത്മീയ വശം. അത് പൗലോസിനറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പറയുന്ന കണക്കൊരു ചടങ്ങിന് ചെയ്യേണ്ട കാര്യമല്ലിത്. ഇത് സത്യമുള്ളൊരു ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ക്രിസ്തു വന്ന് ഒരു മനുഷ്യനും ന്യായപ്രമാണത്താൽ നീതി പ്രാപിക്കാൻ കഴിയുകയില്ല എന്നറിയാവുന്നത് കൊണ്ട് ദൈവപുത്രൻ വന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. അതാണ് സുവിശേഷത്തിന്റെ സത്യം. രണ്ടാമത് നമ്മൾ കാണുന്നത് 14-ാം വാക്യത്തിലാണ്. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്. അപ്പോൾ ആരാണ് ഈ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കാഞ്ഞത്? അത് സാധാരണ പുള്ളികളല്ല. പത്രോസ്,
ബർണബാസ്, യെരുശലേമിൽ നിന്ന് വന്ന ചില യഹൂദന്മാർ, മൂപ്പന്മാർ, അവർ ഒരു അബദ്ധം കാണിച്ചു. നോക്കിക്കേ, അന്ത്യോക്യയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയപ്പോൾ യെരുശലേമിൽ വെച്ചുണ്ടായ പരീക്ഷയിൽ പൗലോസ് ജയിച്ചു എന്ന് പറഞ്ഞാൽ എതിർത്ത് നിന്നു. ഇനി യെരുശലേമിൽ നിന്ന് മൂപ്പന്മാർ പത്രോസ് ഉൾപ്പെടെ അന്ത്യോക്യയിൽ വന്നപ്പോഴും അവർക്കവിടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിൽ പത്രോസ് ചെറിയൊരു കപടം കാണിച്ചു. വലിയ കുഴപ്പമൊന്നുമല്ല, ചെറിയൊരു കുഴപ്പം. കാരണം അദ്ദേഹം യെരുശലേമിലെ ശുശ്രൂഷകനാണ്. പരിച്ഛേദനക്കാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുടെ കൂടെ സഹകരിച്ചു പോകുന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു പോകുന്നു. ഈ ദൈവദാസൻ യെരുശലേമിൽ നിന്ന് പരിച്ഛേദനവാദികളായ കുറേ പേർ വന്നപ്പോൾ ഇദ്ദേഹം ഒന്ന് മാറി നിന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള യഹൂദന്മാരും മാറി നിന്നു, അവരെ ഭയപ്പെട്ട്. ബർണബാസും മാറി നിൽക്കേണ്ടി വന്നു. പക്ഷെ പൗലോസ് പറഞ്ഞു, ഇത് സുവിശേഷത്തിന്റെ സത്യത്തിന് ചേരുന്നതല്ല. പത്രോസ് അത്രക്കൊന്നും ചിന്തിച്ചില്ല, അദ്ദേഹം അങ്ങനെ ചെയ്തു. പക്ഷെ ഇദ്ദേഹം ക്ലിയർ ചെയ്തു, ഇത് സുവിശേഷത്തിന്റെ സത്യമല്ല. നമ്മൾ പൊളിച്ചത് നമ്മൾ വീണ്ടും പണിതാൽ നമ്മൾ ലംഘനക്കാരെന്ന് വരും. നമ്മൾ, അതായത് പത്രോസും പൗലോസും ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് അവരും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് യേശുവിൽ വിശ്വസിച്ചു. ഇപ്പോ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ എന്ന് പറഞ്ഞാൽ ഈ ജാതികളോടുകൂടെ നമ്മൾ കഴിച്ചത് അവരും നമ്മൾ ഒരുപോലെയാണെന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ ഞാൻ പാപിയെന്ന് വരുന്നുവെങ്കിൽ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ യെരുശലേമിൽ നിന്ന് ആള് വന്നപ്പോൾ മാറി നിന്നത്. അപ്പോൾ പാപിയെന്ന് വരുന്നെങ്കിൽ യേശു പാപത്തിന്റെ ശുശ്രൂഷക്കാരനാണോ? ഒരിക്കലുമല്ല. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. പാപം ചെയ്യുന്നവൻ മരിക്കണം, അത് ന്യായപ്രമാണത്തിന്റെ നിയമം. അങ്ങനെ ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചെന്ന് പറഞ്ഞാൽ മരിച്ചവൻ ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഞാൻ, അതായത് പൗലോസായാലും പത്രോസായാലും ഞാനായാലും നിങ്ങളായാലും നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെങ്ങനെ ക്രൂശിക്കപ്പെട്ടത്? ഒന്ന്, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വസിച്ച സത്യത്തിനനുസരിച്ച് നമ്മൾ സ്നാനമേറ്റവൻ്റെ മരണത്തിൽ പങ്കാളിയായി. അടുത്ത സ്റ്റെപ്പാണിത്. ഏതാണ്? ആ സുവിശേഷത്തിൻ്റെ സത്യമനുസരിച്ച് ഞാൻ നടക്കുന്നില്ലെങ്കിൽ കാൽവറി ക്രൂശിൽ കർത്താവ് നേടിത്തന്ന ആ ബെനിഫിറ്റ്സ്, ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും. ചെറിയ കാര്യമായിട്ട് തോന്നും. ചെറിയ കാര്യമായിട്ട് തോന്നിയാലും അത് വലിയ കാര്യങ്ങളിലേക്ക് നയിക്കും. ഉദാഹരണത്തിന് സിനിമ കാണുന്നതല്ല വിഷയം. വിശ്വാസികൾ വരുമ്പോൾ നമ്മൾ കാണുന്നില്ല. നമ്മളപ്പോൾ പർവേഷൻ ചാനലിടുന്നു. നമ്മൾ വേറൊരാളെ കുറ്റം പറയുന്നു, പക്ഷെ അവരിയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നില്ല. വേറൊരാളോട് നമുക്ക് കയ്പുണ്ട്, ഇഷ്ടക്കേടുണ്ട്, പക്ഷേ നമ്മളത് കാണിക്കുന്നില്ല. നമ്മൾ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു. ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയുന്നുമില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ സത്യം പോയപ്പോൾ അഡ്വാൻറ്റേജ് ആർക്കാണ്? നുഴഞ്ഞു വരുന്ന പാർട്ടീസ് ഉണ്ട്, അവർ അഡ്വാൻറ്റേജ് എടുക്കും. അവരെടുക്കാൻ പാടില്ല. സാത്താൻ പേടിയുള്ള ഒരു കാര്യമാണ് സത്യം. സാത്താൻ കപടത്തിൻ്റെ ആളാണ്. സാത്താൻ ഡ്രാമയുടെ ആളാണ്, എന്ന് പറഞ്ഞാൽ നാടകം കളിയുടെ ആളാണ്. അവൻ വാക്കിന് വിലയില്ലാത്തവനാണ്. അവൻ പറയും, അതുപോലെ ചെയ്യണമെന്നില്ല. അപ്പൊ ഇവിടെയാണ് അവനെ പേടിപ്പിക്കുന്നത് സത്യം, ക്രിസ്തുവിൻ്റെ സത്യം. ആ വെളിച്ചത്തിന്റെ മുമ്പിൽ സാത്താൻ ഓടിപ്പോകും. അതുകൊണ്ട് ഗലാത്യലേഖനം തുടങ്ങുമ്പോഴേ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് വിപരീതമായി ഞങ്ങൾ തന്നെ പിന്നീട് വന്ന് തിരുത്തി പറഞ്ഞാൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവർ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നിട്ട് പറഞ്ഞാലോ, എന്നാൽ ആ ദൂതൻ ശപിക്കപ്പെട്ടവൻ. യൗവനക്കാർ സഭയ്ക്ക് വളരെ പ്രയോജനമുള്ളവരായി തീരും സത്യസുവിശേഷം അവർ കൊടുത്താൽ. അവർ ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. അവർക്ക് മുന്നേറാൻ കഴിയുന്നില്ല എന്ന് അവർക്ക് ഭാരപ്പെടുകയാണ്. ചുരുക്കം ചില ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം ഉയർത്തി കാണിച്ച് ഇതൊരു അപൂർവ കാര്യമാണ് വിശുദ്ധ ജീവിതമെന്ന് അവർക്ക് തോന്നത്തക്കവണ്ണം നമ്മളവരെ പഠിപ്പിക്കുകയാണ്. എന്നാൽ സത്യസുവിശേഷം ആ വാക്ക് പോലെ തന്നെ അകത്ത് സത്യമുള്ളവൻ. ചെറുപ്പക്കാരെല്ലാവരും ഓപ്പൺ അല്ലേ, അവർ കുറേ കൂടെ എളുപ്പമാണ്, സത്യസന്ധരാണ്.
അവർ ഉള്ളത് തുറന്നു പറയാൻ തയ്യാറാണ്. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ തുറന്നു കൊടുത്താൽ സത്യസുവിശേഷം നിങ്ങളെ സ്വതന്ത്രരാക്കും. സമരിയക്കാരി വന്നു. 5 മിനിറ്റ് വർത്തമാനം. നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ഭർത്താവില്ല, സത്യമല്ലേ, അവളുടെ സത്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഭർത്താവുമല്ല, നിന്റെ സത്യമാണത്. പക്ഷെ യഥാർത്ഥ സത്യം അതല്ല. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ ഈ ഒരു സത്യത്തിന്റെ വെളിച്ചകത്ത് വന്നാൽ ആരാധന വരും. അപ്പൊ ആ മലയിലും പോകണ്ട, യെരുശലേമിലും പോകണ്ട, വീട്ടിൽ ആരാധന വെളിപ്പെടും. ശരീരം മന്ദിരമാകും. സ്വന്തത്തിലേക്ക് യേശു കർത്താവ് വന്നു. ദൈവപുത്രനെ, അവന് സ്വന്തമുണ്ട്, എല്ലാം സ്വന്തമല്ലേ. പക്ഷെ സ്വന്തം ജനമെന്നും പറഞ്ഞ് അവൻ വന്നു. പക്ഷെ അവർക്ക് സ്വന്തമല്ലായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് തോന്നിയില്ല. കാരണം അവരുടെ സ്വന്തം സെൽഫ് അവർക്ക് നഷ്ടപ്പെടേണ്ടി വരും ഇവനെ സ്വീകരിച്ചാൽ. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം വചനത്താൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. എന്നാലും ആ ലോകത്തിനകത്തുള്ള ലോകം എന്ന് പറഞ്ഞാൽ ലൗകികത ഇവനെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തെ വിശ്വസിച്ചവർക്ക്, കണ്ടോ, ലോകത്തിന്റെ ഓപ്പോസിറ്റ് വിശ്വാസം. സെൽഫ് ഡിനൈ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് അവന്റെ സെൽഫിനെ വെൽക്കം ചെയ്തവർക്ക്, യേശുവിൻ്റെ സെൽഫിനെ സ്വീകരിച്ചവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാം. അതാണ് സത്യം. 6 കൽപ്പരണികളിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. ആ കൽപ്പരണികൾ നിറഞ്ഞുകൊണ്ടിരുന്നു. വക്ക് എത്തുന്നവരെ ഒന്നും സംഭവിച്ചില്ല. പൂർണ്ണമായി നിറഞ്ഞപ്പോൾ അത് വെള്ളം വീഞ്ഞായി. അതാണ് സത്യം. അവരെ അത് വെള്ളം തന്നെയായിരുന്നു. ഹല്ലേലൂയ. രാത്രിയിൽ വന്ന നിക്കോദോമസിനോട് കർത്താവ് പറയുന്നു, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വെളിച്ചമായി. അദ്ദേഹം പകൽ വെളിച്ചത്തിൽ യേശുവിനെ ഏറ്റുപറയുന്നവനായി. ആർക്കാണ് ഇതിനുള്ള ഭാഗ്യം? ആർക്ക് കഴിയും ഇങ്ങനെ സത്യമായിട്ട് നിൽക്കാൻ? മനുഷ്യരുടെ മുമ്പിൽ തകർക്കപ്പെട്ട കുറെ മനുഷ്യർ, ബലഹീനരെന്ന് പറഞ്ഞ് ദൈവസഭ മാറ്റി നിർത്തിയ കുറെ ആൾക്കാർ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലുകൾ, അവർക്ക് ഈ സത്യം ഉള്ളിൽ കിട്ടി. പുറമെ അവർക്ക് പ്രശംസിക്കാനൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ അവർക്ക് സത്യം കിട്ടി. അവരെ ദൈവം വിശ്വസിക്കുന്നു. അവര് കൂട്ടുകാരന് കുഴികുഴിക്കയില്ലെന്നും പുറകിൽ നിന്ന് കുത്തുകയില്ലെന്നും കൂട്ടുകാരന് വിരോധമായി ദോഷം നിരൂപിക്കുകയില്ലെന്നും കൂട്ടുകാരനെ തന്നെപ്പോലെ സ്നേഹിക്കുമെന്നും അവന്റെ ദോഷം കണക്കിടുകയില്ലെന്നും അവന്റെ ആപത്തിൽ സന്തോഷിക്കുകയില്ലെന്നും സഭയുടെ തലവന് മനസ്സിലായി. റോമാലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ദൈവത്തോട്, ഞങ്ങളുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുമെങ്കിൽ ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനാണോ? ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നതെന്ത്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ദൈവത്തിന്റെ നീതി പ്രസ്താവിക്കപ്പെടേണ്ടതാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മളാൽ വെളിവാകേണ്ടതാണ്. പക്ഷേ നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്നുള്ള രീതിയിലല്ല. അത് കിടക്കുന്ന എവിടെയാണ്? ഗലാത്യ ലേഖനം നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെയാണ്. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞങ്ങൾ ഓടിയതോ ഓടുന്നതോ വെറുതെയല്ല എന്ന് വരാതിരിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഒരു മനുഷ്യന്റെ സത്യത്തിന്റെ നടപ്പിന്റെ കഥയാണിത്. അദ്ദേഹം രക്ഷയിലേക്ക് വന്നു. അദ്ദേഹം 14 വർഷം കഴിഞ്ഞിട്ട് സുവിശേഷ വേല നടത്തി, അനേകം സഭകൾ സ്ഥാപിച്ചു, എല്ലാവരെയും ആത്മീയമായി പക്വതയിലേക്ക് കൊണ്ടുവന്നു. അനേകം വിശുദ്ധന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും തീഷ്ണതയുള്ള വിശ്വാസികളും അനേകം സഭകളിൽ നിന്ന് എഴുന്നേറ്റു. 14 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ബർന്നബാസിനെയും കൂട്ടി, കൂടെ തീത്തോസിനെയും കൂട്ടി മൂപ്പന്മാരെ കാണാൻ യെരുശലേമിലേക്ക് പോയി. തീത്തോസിനെ കൂട്ടാതിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു ബഹുമാനം കിട്ടിയനെ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്കത് വേണ്ട, ഇവനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഇദ്ദേഹം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ കമ്മിറ്റിയിലും കൂടെ ഇദ്ദേഹത്തിനൊരു സ്ഥാനം കിട്ടിയനെ. തീത്തോസ് ഉള്ള കാരണം അത് കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, സ്ഥാനമല്ല വിഷയം, സത്യമാണ് വിഷയം. ആരും പരിച്ഛേദന ഏൽക്കാൻ തീത്തോസിനെ നിർബന്ധിച്ചുമില്ല. കാരണം മൂപ്പന്മാരെല്ലാവരും ദൈവകൃപയുള്ളവരായിരുന്നു. ഓടിയതോ ഓടുന്നതോ വെറുതെയല്ല എന്ന് വരാതിരിക്കാൻ. ഇന്ന് സത്യം നമ്മുടെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഓടിയില്ല, അല്ലെങ്കിൽ ഓടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഓടാൻ പറ്റാത്തവർക്ക്, ഓടാത്തവർക്ക്
കിടക്കാതിരിക്കാൻ കഴിയും, ഒന്ന് ഇരിക്കാൻ കഴിയും, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയും, ദൈവവചന ഘോഷണം പ്രഘോഷിക്കുന്നവർക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും, സഭകളെ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും. കിടന്നുറങ്ങാതെ, അലസമായിട്ടിരിക്കാതെ, ഓടാതെ അല്ലെങ്കിൽ ഓടാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ ഒന്നിരിക്കാൻ കഴിഞ്ഞാൽ ഈ സത്യത്തിന്റെ വെളിച്ചകത്ത് വരും. സത്യമില്ലെങ്കിൽ സുവിശേഷം വർക്കാകത്തില്ല, ഫങ്ഷൻ ചെയ്യത്തില്ല. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ഇതിന് സാക്ഷി നിൽക്കുന്നത് സത്യമുള്ളവരുടെ കൂടെയാണ്. സുവിശേഷത്തിന്റെ സത്യം അത് കുടുംബങ്ങളെ മാറ്റും, ഇരുട്ട് മാറ്റും, ബന്ധങ്ങളെ വിശുദ്ധീകരിക്കും, സഭകളെ പണിയും. അവിടെ നമ്മുടെ ഭയം മാറുകയാണ്, അവിടെ ധൈര്യം വരികയാണ്, അവിടെ വിടുതലുകൾ നടക്കും, സ്വസ്ഥതകൾ ഉണ്ടാകും. ഇനി ഇതൊന്നുമില്ല എങ്കിൽ പോലും കാരാഗൃഹത്തിൽ കടക്കുന്നവനും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവനും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവനും അവൻ അധൈര്യപ്പെടുന്നില്ല. ഈ അകത്ത് ഈ തീ കത്തിക്കഴിഞ്ഞാൽ, ഈ വെളിച്ചം അകത്ത് വന്നവൻ അവൻ അധൈര്യപ്പെടുന്നില്ല, അവൻ ഭയപ്പെടുന്നില്ല, അവൻ നിരാശപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കരുത്. വിശുദ്ധ ജീവിതത്തിനുള്ള കൃപ തന്നു കഴിഞ്ഞു, പരീക്ഷയോടുകൂടെ പോക്ക് വഴി തന്നു കഴിഞ്ഞു. അത് ഉപയോഗിക്കണം. അതെന്താണ്? ക്രിസ്തുവേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു മരിച്ചത് വെറുതെയല്ല, അതെനിക്ക് വേണ്ടിയാണ്. ധൈര്യമായിരിക്കുക, ധൈര്യമായിട്ട് കൃപാസനത്തിനടുത്ത് വരിക. അവൻ്റെ ആത്മാവിനാലും നാമത്തിനാലും കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുക. എഴുന്നേൽക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് നടക്കുക. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ആമേൻ.